പ്രബുദ്ധ കേരളം, 100% സാക്ഷരതയുള്ള കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, എന്തൊക്കെയായിരുന്നു തള്ളുകൾ, കേരള മോഡൽ. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നമ്മൾ കണ്ടത് ഈ പറയുന്ന പുരോഗമന കമ്മ്യൂണിസ്റ്റുകളുടെ യഥാർത്ഥ മുഖമാണ്. അഴിമതി അന്വേഷിക്കാൻ വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ, അതിൽ വനിതാ ഓഫീസർമാർ ഉണ്ടെന്ന പരിഗണന പോലും നൽകാതെ തെരുവ് ഗുണ്ടകളെ പോലെ കല്ലെറിഞ്ഞും ചെരുപ്പെറിഞ്ഞും നേരിടുന്ന CPM അണികൾ, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഈ അരാജകത്വമാണ് കമ്മികളുടെ കേരള മോഡൽ. ബുധനാഴ്ച വൈകുന്നേരമാണ് ജനാധിപത്യ ഇന്ത്യയെ നാണിപ്പിക്കുന്ന ആ സംഭവം ഇറങ്ങിയേറിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് CPM ക്രിമിനലുകൾ ആസൂത്രിതമായി അഴിഞ്ഞാടിയത്. കല്ലുകൾ, ഇഷ്ടികകൾ, കുപ്പികൾ, ചെരുപ്പുകൾ എന്നിവയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിഞ്ഞത്. ED വാഹനങ്ങളുടെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. സംഘത്തിലുണ്ടായിരുന്ന വനിതാ ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ 10 മിനിറ്റിലധികം അക്രമാസക്തരായിട്ടുള്ള ആൾക്കൂട്ടത്തിന് നടുവിൽ ഭീതിയോടെ കുടുങ്ങിക്കിടന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് അവിടെ കാഴ്ചക്കാരായി മാത്രം നിൽക്കുകയായിരുന്നു. ED വാഹനം നേരെ ചെന്ന് കയറിയത് CPM അണികൾ തടിച്ചുകൂടിയ ഇടത്തേക്കാണ്. ഇത് കേവലം ഒരു സുരക്ഷാ വീഴ്ചയല്ല, മറിച്ച് കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുത്താൻ സംസ്ഥാന ഭരണകൂടം നൽകിയ കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ തന്നെയാണ്. ഈ ഗുണ്ടാ വിളയേട്ടത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ED ഡയറക്ടർ രാഹുൽ നവീനും അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, വധശ്രമം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ് ED. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് എക്കാലത്തും അക്രമത്തിന്റെ കറപുരണ്ട ചരിത്രമാണുള്ളത്. സ്വന്തം അഴിമതികളും കൊള്ളകളും പുറത്തു വരുമ്പോൾ ജനകീയ പ്രതിരോധം എന്ന പേരിൽ ഗുണ്ടകളെ തെരുവിലിറക്കുക എന്നത് പിണറായി വിജയന്റെ സ്ഥിരം ശൈലിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അഴിമതിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഫാസിസം, ഭരണഘടനാ തകർച്ച എന്ന് തൊണ്ടകീറി നിലവിളിക്കുന്ന ഇതേ കമ്മ്യൂണിസ്റ്റുകളാണ് സ്വന്തം വീടുവാതിൽക്കൽ അന്വേഷണം എത്തുമ്പോൾ മധ്യകാലഘട്ടത്തിലെ പ്രാകൃത ജനക്കൂട്ടത്തെ പോലെ പെരുമാറുന്നത്. പുരോഗമനവാദികളാണത്രേ, പുരോഗമനവാദികൾ. തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ മാത്രം ഫെഡറലിസം പറയുകയും അല്ലാത്തപ്പോൾ കേന്ദ്ര ഉദ്യോഗസ്ഥരെ വധിക്കാൻ നോക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഇനി രാജ്യത്ത് ചെലവാകില്ല. 2024 ഫെബ്രുവരി 29 ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. അതായത് 2 വർഷം 2 മാസം 28 ദിവസമായി 818 ദിവസമായിട്ടും അയാൾക്കെതിരെ ജാമ്യം കിട്ടിയിട്ടില്ല, അകത്ത് തന്നെയാണ്. സന്ദേശ് ഈ സംഭവം അറിയാതെയാണ് കേരളത്തിലെ ഈ കമ്മികൾ നേതാക്കളുടെ വാക്ക് കേട്ട് വാലാട്ടുന്നത്. ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുന്നതിന്റെ വിവരക്കേട്. നേതാക്കൾ എയർ കണ്ടീഷണർ മുറികളിലിരുന്ന് ആജ്ഞാപിക്കും. അത് കേട്ട് ആവേശം മൂത്തിട്ട് കേന്ദ്ര ഏജൻസികളെ തല്ലാൻ പോകുന്ന അണികൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും. ബംഗാളിലെ ഷാജഹാൻ ഷെയ്ഖിന്റെ അവസ്ഥയെങ്കിലും ഈ വിവരദോഷികളായിട്ടുള്ള അണികൾ കണ്ടു പഠിക്കേണ്ടതായിരുന്നു. മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായാൽ മെഴുകുതിരി കത്തിച്ച് തെരുവിലിറങ്ങുന്ന ലിബറൽ മതേതര ബുദ്ധിജീവികൾ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചു? ED ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടും ഇവിടെ മുഖ്യമന്ത്രി VD സതീശനോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കോ ആർക്കും ഒരു ഉത്കണ്ഠയുമില്ല. പരസ്പരം BJPയുടെ B ടീമാണെന്ന് ആരോപിക്കുന്ന UDF-ഉം LDF-ഉം ഇന്നലെ അവർ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും B ടീം എന്ന നിസ്സംശയം തെളിഞ്ഞ ദിവസമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആരും നിയമത്തിന് മുകളിലല്ല. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും ശരി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും പിന്നോട്ടോടിക്കാമെന്ന് ഒരു പാർട്ടിയും വിചാരിക്കട്ട. ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പോക്കറ്റുകളെ വെച്ച് പൊറപ്പിച്ചാൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും സുരക്ഷയും തകരും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ കപട പുരോഗമന മുഖംമൂടിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അഴിഞ്ഞു വീണത്. സ്വന്തം കൊള്ളകൾ പുറത്താകുമെന്ന ഭയമാണ് ഈ അക്രമത്തിന് പിന്നിൽ. നിയമം അതിന്റെ ശക്തമായിട്ടുള്ള വഴിക്ക് തന്നെ പോകണം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഒരു ക്രിമിനലും രക്ഷപ്പെടരുത്. ബംഗാളിലെ പാഠം കേരളത്തിലും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്.